ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാ പ്രചരണ വാഹന ജാഥ എച്ച്സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില കുറയ്ക്കുക, മോട്ടോർ തൊഴിലാളി നിയമത്തിലെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, അസംഘടിത മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-ന് മോട്ടോർ തൊഴിലാളികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ വാഹന പ്രചരണ ജാഥ പ്രയാണം നടത്തുന്നത്. സമ്മേളനത്തിൽ സംഘം ചെയർമാൻ ബി വിനോദ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ആർ ഹരിദാസൻ നായർ, സുരേശ്വരി ഘോഷ്, KP പ്രതാപൻ, AS സാബു, ഷേർലി ഭാർഗവൻ, KK ചന്ദ്രബാബു, നിർമ്മല ശെൽവരാജ് എന്നിവർ സംസാരിച്ചു. ചെറിയ സെന്റൻസ് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ സംക്ഷിപ്തമായി ഞാനും പറഞ്ഞത്രയും പ്രാധാന്യം ഈ മോട്ടോർ വ്യവസായ രംഗത്തിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് ആ പ്രാധാന്യമുള്ള മേഖലയെ രാജ്യത്തെ വൻകിടക്കാരായ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഒരു പുതിയ മേച്ചിൽപ്പുറമായി എങ്ങനെ മാറ്റിക്കൊടുക്കാം എന്നാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനെങ്ങനെ നിയമപരമായ ഒരു സൗകര്യം കൊടുക്കാൻ എങ്ങനെ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് 2015 ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് റോഡ് സുരക്ഷയുടെ പേരിൽ പുതിയ നിയമം വരുന്നത്. അതുവരേക്കുമുള്ള രാജ്യത്തെ റോഡ് ഗതാഗത അല്ലെങ്കിൽ മോട്ടോർ വ്യവസായ മേഖലയിലെ നിയമങ്ങൾ, ആ നിയമങ്ങളുടെ കാതലാകെ മാറ്റി ഈ മേഖലയെ പരിപൂർണമായി മുതലാളിമാർക്ക്, കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൈവശപ്പെടുത്താൻ പാകമാവുന്ന പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിയമനിർമ്മാണമാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. 2015 പാർലമെന്റിൽ കൊണ്ടുവന്നു. പക്ഷെ 2015 പാർലമെന്റിൽ കൊണ്ടുവന്നെങ്കിലും രാജ്യത്താകെ മോട്ടോർ രംഗത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും കൂടി ചേർന്ന് സംഘടിതമായി സമരം ഉയർത്തി. അതിലെ തൊഴിലാളി സംഘടന മാത്രമായിരുന്നില്ല, രാജ്യത്തെ CIT മുൻകൈയെടുത്തു. ആ കാര്യത്തിൽ ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CIT ആണ് മുൻകൈയെടുത്തത്. മുൻകൈയെടുത്തിട്ട് എല്ലാ തൊഴിലാളി സംഘടനയും കോർത്തിണക്കി ആ സമരത്തിന്റെ ഭാഗമായി രാജ്യത്താകെയുള്ള മോട്ടോർ വ്യവസായ രംഗത്തെ ഉടമകളുടെ സംഘടനയുണ്ട്, ട്രക്ക് ഉടമ സംഘടന ഉൾപ്പെടെയുണ്ട്.